ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ രണ്ട് ജപമാലയും അതുപോലെ തന്നെ ഉത്രിയ ഭക്തിയും പതുക്കെ ഇല്ലാതാകുകയാണ്. അതിൻ്റെ കാരണങ്ങളിലേക്ക് പിന്നീട് വരാം. നമുക്കറിയാമോ നമ്മുടെ അമ്മമാരെങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന്? അമ്മമാരുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? എപ്പോഴും ഉത്കണ്ഠയായിരിക്കും. നമുക്ക് വയസ്സ് 10, 60, 70 ആയാലും അമ്മമാർക്ക് നമ്മളെപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഭയങ്കര ഉത്കണ്ഠയായിരിക്കും അമ്മമാർക്ക്. ഈ ലോകത്ത് നമ്മളെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കാൻ പറ്റുന്ന ആദ്യത്തെ വ്യക്തി എപ്പോഴും നമ്മുടെ സൃഷ്ടാവ് ദൈവം. രണ്ടാമത്തെ വ്യക്തി എപ്പോഴും നമ്മുടെ അമ്മയാണ്. അമ്മമാർക്ക് ഒരിക്കലും മക്കളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഈ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്, ഈ സ്വന്തം അമ്മ മുലോടിക്കുന്ന കുഞ്ഞിനെ സ്വന്തം അമ്മ മറന്നു കളയുമോ, പെറ്റമ്മ മറന്നാലും എന്നീ പദങ്ങളുടെ പ്രയോഗം ഈ ഒരു തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അമ്മമാർക്ക് ഒരിക്കലും മക്കൾ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? അമ്മയുടെ മാംസവും രക്തവുമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്, നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്നത്. അതായത് നമ്മളൊക്കെ അമ്മമാരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. എനിക്കെൻ്റെ കൈയിനോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കൈ വെട്ടിമാറ്റും പറ്റുമോ? പറ്റില്ല. ഈ കൈ എത്ര അഴുക്ക് പിടിച്ചിരുന്നു കഴിഞ്ഞാലും ഇതെൻ്റെ കൈയാണ്. ഞാൻ ഈ കൈയെ കരുതലോടെ സൂക്ഷിക്കും. ഇതേപോലെയാണ് അമ്മയുടെ സ്നേഹം. എത്ര കൊലപാതകയായാൽ പോലും മക്കളെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. വീണ്ടും ഭയങ്കര കരുതൽ. ഞാൻ പറഞ്ഞല്ലോ, ഉത്കണ്ഠാകുലമായിട്ടുള്ള ഒരു സ്നേഹമാണ് അമ്മയുടെയൊക്കെ. ഉത്കണ്ഠ ഉണ്ടാവും അതിൽ. ഈ ഉത്കണ്ഠ ഉണ്ടാകുന്നത് എപ്പോഴും വാത്സല്യത്തിൽ നിന്നാണ്. നമുക്ക് ഈ സ്നേഹം എന്ന് പറയുന്നത് പല വിധത്തിലുള്ള നിർവചനങ്ങളാണ് സ്നേഹത്തിനുള്ളത്. യഥാർത്ഥത്തിലുള്ള സ്നേഹം, ഇംഗ്ലീഷിലൊരു വാക്ക് ഉപയോഗിക്കുന്ന അഫെക്ഷൻ. അഫെക്ഷൻ്റെ മലയാളമാണ് വാത്സല്യം. ഈ വാത്സല്യമാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. വാത്സല്യത്തിൽ നിബന്ധനകളൊന്നുമില്ല. എനിക്ക് എൻ്റെ സഹോദരന്മാരെ സ്നേഹിക്കുന്നു, ഞാൻ വല്ല നിബന്ധനകളും വെക്കോ? എൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തിനെ സ്നേഹിക്കാൻ ഞാൻ വല്ല നിബന്ധനകളും വെക്കോ? മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നത് നിബന്ധനകൾ വെച്ചുകൊണ്ടാണോ? അല്ല, അതൊരു ബന്ധമാണ്. അതിൽ ശാരീരിക ആകർഷണമോ മറ്റൊന്നുമില്ല. അതങ്ങോട്ട് ഒഴുകിച്ചെല്ലുകയാണ്. അതാണ് ഈ വാത്സല്യത്തിൻ്റെ പ്രത്യേകത. നമുക്കൊരു കുഞ്ഞിനെ കാണുമ്പോൾ ഒരു സ്നേഹം തോന്നുന്നു, അതാണ് വാത്സല്യം. അതാണ് പ്യുവർ ലവ് എന്ന് പറയുന്നത്. അതാണ് ഈ പ്യുവർ ലവ്. അമ്മയിൽ നിന്നും ദൈവത്തിൽ നിന്നും മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് കിട്ടാൻ ഈ പ്യുവർ ലവ്. അപ്പോൾ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരമ്മ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരമ്മയാണ് പരിശുദ്ധ അമ്മ. ഈശോ നമുക്ക് തന്ന വലിയൊരു ഗിഫ്റ്റാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഈ സെമിനാരിയിലൊക്കെ ചേരുമ്പോൾ ചേർന്ന് കഴിയുമ്പോൾ ഞങ്ങൾ വെക്കേഷനൊക്കെ വീട്ടിൽ വരുമ്പോൾ അമ്മച്ചി കുറേ അച്ചപ്പം, പിന്നെ എന്താ പറയുക, അവലോസം ഉണ്ടാക്കി, ഇതൊക്കെ ഉണ്ടാക്കി ഒരു വലിയ വെട്ടിയിലാക്കി തരും. ഇത് ഞങ്ങൾക്ക് സെമിനാരിയിൽ വേറെ ഭക്ഷണം കിട്ടാത്തതുകൊണ്ടല്ല, അമ്മയ്ക്ക് നിർബന്ധമാണ് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെന്ന്. ഇനി അതുമാത്രമല്ല, പിന്നെ വിളിച്ചു ചോദിക്കലായി, ആ അച്ചപ്പം എങ്ങനെയുണ്ട്, അവലോസുണ്ട് എങ്ങനെയുണ്ട്, കഴിച്ച കൂട്ടുകാർക്ക് കൊടുത്ത, അച്ഛന്മാർക്ക് കൊടുത്ത, അച്ഛന്മാരെന്ത് പറയണം, ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ. അമ്മയുടെ സ്നേഹമാണത്. നിങ്ങളുടെയൊക്കെ മക്കൾ ബാംഗ്ലൂർ ഇല്ലെങ്കിൽ വേറെ എവിടെ പുറത്തൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം നിങ്ങൾ ഫോൺ വിളിക്കും? എത്ര പ്രാവശ്യം? കാലത്ത് ഒന്ന് വിളിക്കും, വിളിച്ചെഴുന്നേൽപ്പിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഇല്ലെങ്കിൽ അത് കഴിച്ചാൽ, പള്ളിയിൽ പോയാൽ, പ്രാർത്ഥിച്ചാൽ, കൊന്തമില്ല, ഉച്ചയാകുമ്പോൾ പിന്നെ ഒന്ന് വിളിച്ചു നോക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാന്ന്. പിന്നെ വൈകുന്നേരം ആയി കഴിയുമ്പോഴാണ് ആ ദിവസത്തെ മുഴുവൻ റിപ്പോർട്ട് ചോദിക്കും. എന്തൊക്കെ ചെയ്ത്, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, കൂട്ടുകാരെങ്ങനെ ഉണ്ടായിരുന്നു, രാത്രി എന്ത് കഴിച്ചു, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചോദിക്കും. മൈന്യൂട്ട് ഡീറ്റെയിൽ. നമ്മുടെ സ്വരത്തിൻ്റെ ഒരു ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അമ്മക്കറിയാൻ പറ്റും. ഒരു ചെറിയ വ്യത്യാസം വന്നാൽ മതി. അപ്പോൾ ചോദിക്കും, എന്ത് പറ്റിയടാ, നിന്റെ സ്വരം വല്ലാണ്ടിരിക്കുന്നല്ല. ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് സൈക്കോളജിസ്റ്റുകളാണ് ഈ അമ്മമാർ. ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല ഈ അമ്മമാരുടെ അടുത്ത്. ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. അവരങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ള നമ്മുടെ അമ്മമാർ. അതേപോലെ തന്നെ അതിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മളെ സ്നേഹിക്കുന്നത്.
വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ ഉത്കണ്ഠയുള്ള അമ്മമാർ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ കൊണ്ടുവന്ന് കൊന്തയും അതും ഇതൊക്കെ വെഞ്ചിരിച്ചു കൊടുക്കാൻ പറയും. കാരണം എന്താണെന്നറിയാമോ? അമ്മയ്ക്കൊരു ആശ്വാസമാണ്, ഇത് അവൻ്റെ കഴുത്തിലുണ്ടെങ്കിൽ അവൻ സുരക്ഷിതനായിരിക്കുമെന്ന്. ജപമാലയൊക്കെ കൊണ്ടുവരും, ബൈബിൾ കൊണ്ടുവരും, പിന്നെ ചെറിയ മാതാവിൻ്റെ രൂപമൊക്കെ കൊണ്ടുവരും, വെഞ്ചിരിച്ചു കൊടുക്കാൻ പറയും. കാരണം അമ്മയ്ക്ക് ഒരാശ്വാസമാണ് ആ രൂപം അടുത്തുണ്ടെങ്കിൽ മകൻ സേഫായിരിക്കുന്നു, ആ ജപമാല കഴുത്തിലുണ്ടെങ്കിൽ സേഫായിരിക്കുന്നു. ഇതേപോലെ സ്വർഗത്തിലെ അമ്മയ്ക്ക് നമ്മുടെ ബലഹീനത ശരിക്കും അറിയാം, നമ്മുടെ ബലഹീനത അറിയാം. ഈ കത്തോലിക്ക സഭയിൽ പ്രത്യക്ഷപ്പെടൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെട്ടേക്കുന്നത് ആരാണ്? മാതാവാണ്. കാരണം എന്താണ്? ഈ ഉത്കണ്ഠയാണ്, നമ്മളെക്കുറിച്ചുള്ള ഉത്കണ്ഠ കാരണമാണ് ഈ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കണം. എന്തുകൊണ്ട് മാതാവിൻ്റെ സ്റ്റാച്യൂന്ന് രക്തക്കണ്ണീര് ഒഴുകുന്നു, കണ്ണീരൊഴുകുന്നു, അതുപോലെ തന്നെ സുഗന്ധ തൈലം വരുന്നു, എണ്ണ വരുന്നു? എന്തുകൊണ്ട്? അമ്മയുടെ ഉത്കണ്ഠയാണ് ഇതൊക്കെ. ഈ ഉത്കണ്ഠയുള്ളതുകൊണ്ടാണ് അമ്മ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന സാധനങ്ങളാണ് ജപമാല, ഉത്തരീയം, പിന്നെ കാതറിൻ ലഭോന്റെ അത്ഭുതമടൽ. ഇത് മൂന്നുമാണ് മാതാവ് നമുക്ക് രക്ഷയ്ക്കായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഉത്തരീയവും ജപമാലയും ഈ അത്ഭുതമടലും. ഈ ഉത്തരീയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഉത്തരീയം ഞാൻ പറഞ്ഞല്ലോ, പണ്ടൊക്കെ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ആ ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയാണ് ഉത്തരീയം, ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു. ഇന്നതില്ല. ഇന്ന് പലർക്കും ഈ ഉത്തരീയം ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് പകരം ഫാഷൻ എന്താണ്? കൊന്തയാണ്. കറുത്ത മണിയുള്ള വലിയ കറുത്ത മണിയുള്ള കൊന്ത ആണുങ്ങൾ. പെണ്ണുങ്ങളാണെങ്കിലാ ഒരു ചെറിയ കടുകുമണി പോലത്തെ ഉള്ള കൊന്ത. അത് കാണുമ്പോൾ തന്നെ അറിയാം അത് ഉപയോഗിക്കാനല്ലെന്ന്. എത്ര പേര് ഉത്തരീയോടുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. നമുക്കറിയാം ജപമാല, ഈ കൊന്തയെന്ന് പറയുന്നതൊരു ഫാഷനാണ്. നിങ്ങൾ ഈ എറണാകുളം സൈഡ് ഫോർട്ട് കൊച്ചിയിലൊക്കെ വന്ന് നോക്ക്. ഈ പറയുന്ന വലിയ റോക്ക് മ്യൂസിക്കും DJ ഒക്കെ നടത്തിയേക്കുന്ന അവരുടെ കഴുത്തിൽ കാണും കൊന്ത. ഇന്നതൊക്കെ ഒരു ഫാഷനാണ്. പക്ഷേ ഉത്തരീയം ഒരിക്കലും ഫാഷനാവുന്നില്ല. അതിന് കാരണങ്ങളുണ്ട്. ഉത്തരീയം മാതാവിൻ്റെ വസ്ത്രമാണ്. ഇത് വെറുതെ ഒരാളൊരു വസ്ത്രമല്ല. ഈ മാതാവിൻ്റെ കർമ്മല മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളാണ് ആ കുഞ്ഞിനെടുത്ത് ഇങ്ങനെ പിടിച്ചേക്കാണ് ഉണ്ണീശ്വന ഇങ്ങനെ പിടിച്ചേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ഈ അമ്മയ്ക്കറിയാം ഈ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റലുകൾ പോലും വലിയ സംരക്ഷണമാണ്. എടുത്തു പിടിച്ചേക്കാണ്. ഉത്തരീയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു എടുത്തു പിടിക്കലാണ്. നമ്മുടെ കുറവ് മനസ്സിലാക്കിക്കൊണ്ട് എടുത്തു പിടിച്ചേക്കാണ് ഉത്തരീയത്തിലൂടെ. വലിയൊരു സംരക്ഷണം. താഴെ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ച് കഴിഞ്ഞാൽ പേനരിക്കുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതാണിത്. ഉത്കണ്ഠാകുലിയായ അമ്മ തൻ്റെ മക്കളുടെ സംരക്ഷണത്തിന് മക്കളുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുത്തു പിടിക്കുക. ഉത്തരീയം അതാണ്. എൻ്റെ വീട് മഞ്ഞമ്മലാണ്. ഞാൻ മഞ്ഞമ്മക്കാരനാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നതും മഞ്ഞമ്മലാണ്. ഞാനപ്പോൾ എൻ്റെ കൊച്ചുനാളിൽ ഞാനൊരു ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്. ഇന്ന് അറിയാമല്ല, ഇതൊക്കെ പിള്ളേർ ഹൈപ്പർ ആക്റ്റീവാണ്. അടങ്ങിയിരിക്കില്ല. പള്ളിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഓടി കിടക്കും. ആ മഞ്ഞമ്മ പള്ളിയിൽ കുറേ മെയിൻ ഓട്ടറിന് ചുറ്റുമൊക്കെ വേറെ കുറേ 6 അൾത്താരകളുണ്ട്, പണ്ടത്തെ പള്ളി ആയതുകൊണ്ട്. അപ്പോൾ അമ്മച്ചി ഒന്നില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇങ്ങനെ കഷത്തിൽ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ പിടിച്ചു വെക്കും. കാരണം എന്താണെന്ന് അറിയാമോ? കൈ വിട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങാടാണ് പോകണമെന്ന് അറിയാൻ പറ്റില്ല. അമ്മച്ചിക്ക് കണ്ണടച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ വല്ലയിടത്തും ഉണ്ടാവും. പിന്നെ അവിടെ മുഴുവനും അന്വേഷിച്ചടക്കേണ്ടി വരും. ചിലപ്പോൾ ആൾത്താരയിൽ ഇരിപ്പുണ്ടാവും. അത്ര ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അമ്മച്ചി എന്നെ പിടിച്ചു വെക്കുമായിരുന്നു. ഈ പിടിച്ചു വെക്കലാണ് ഈ ഉത്തരീയം. ഈ പിടിച്ചു വെക്കലാണ്. കാരണം എൻ്റെ കുറവ് എൻ്റെ അമ്മച്ചിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് പ്രത്യേക ഒരു എന്താ പറയുക കൺസേൺ എന്നോടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മച്ചി കണ്ണടച്ചിരിക്കുമ്പോൾ പോലും പിടിച്ചു വെക്കുമായിരുന്നു. പിടിവിട്ട് കഴിഞ്ഞാൽ പോവും. അതുപോലെ തന്നെയാണ് മാതാവ്. ഈ ഉത്തരീയത്തിലൂടെ ചെയ്യുന്നതാണ്. താഴെ അങ്ങനെ ഇറക്കി കഴിഞ്ഞാലേ പിന്നെ കൈവിട്ട് പോവും.
അതറിയാവുന്ന അമ്മയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കയ്യിലെടുത്ത് പിടിക്കുന്നത്. ആ കയ്യിലെടുത്ത് പിടിക്കലാണ് ഉത്തരീയം. ഉത്തരീയം അതാണ്. ഈ ഉത്തരീയം ധരിക്കുമ്പോൾ ഈ മാതാവ് പറഞ്ഞിരിക്കുന്ന വലിയ ഒരു വാഗ്ദാനം, ഇത് ധരിച്ചുകൊണ്ട് ആരും നിത്യ നരകാഗ്നിയിലേക്ക് പോകില്ല. കാരണം എന്താണെന്നറിയോ? താഴെ വെച്ചാലല്ലേ കുസൃതി കാണിക്കാൻ പറ്റുള്ളൂ. നമുക്ക് താഴെ വെച്ചാലേ പറ്റുള്ളൂ. അതായത് മാരക പാപത്തിൽ ജീവിക്കുവാനോ നിലനിൽക്കുവാനോ ചെയ്യുവാനോ പറ്റില്ല. മാരക പാപത്തിൽ ജീവിക്കുവാനോ നിലനിൽക്കാനോ പറ്റില്ല. അതാണ് ഈ ഉത്തരീയത്തിൻ്റെ പ്രശ്നം. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാം, ഒരു വർഷമെങ്കിലും നിങ്ങൾ ഈ ഉത്തരീയം ഒന്ന് കഴുത്തേലിട്ട് നോക്ക്, വലിയ വ്യത്യാസം വരും. ഗ്യാരണ്ടി 100%. കാരണം മാരക പാപത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. നമ്മൾ ആ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പിടിച്ചു വലിക്കും. ഉത്തരീയത്തിൻ്റെ ശക്തി അപാരമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഈ ഉത്തരീയം ധരിക്കുമ്പോൾ ഏറ്റവും വലിയ ഗ്രേസ് എന്ന് പറയുന്നത് മാനസാന്തരത്തിൻ്റെ ഗ്രേസാണ് ഈ ഉത്തരീയം തരുന്നത്, മാനസാന്തരത്തിൻ്റെ. അപ്പോൾ മാരക പാപം ചെയ്യാൻ പറ്റില്ലെങ്കിൽ, അഥവാ ചെയ്തു കഴിഞ്ഞാൽ മാനസാന്തരപ്പെട്ട് തിരികെ വരികയാണെങ്കിൽ എങ്ങനെ പിന്നെ അവന് നിത്യതരാഗ്നിയിൽ പോകാൻ പറ്റും? മാതാവിൻ്റെ വാഗ്ദാനം നോക്കുക. ഇന്ന് നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, എൻ്റെ മെയിൻ കാരണം ഈ ഉത്തരീയ ഭക്തിയും ജമാല ഭക്തിയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ്. പിശാച് മനഃപൂർവ്വമാണ് ഇത് നമ്മളിൽ നിന്ന് ഇപ്പോൾ മറച്ചു പിടിച്ചിരിക്കുന്നത്. കാരണം ഉത്തരീയ വിട്ട് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടുമെന്ന് പിശാചിനറിയാം, അതറിയാം. അതുകൊണ്ട് ഇന്ന് ഉത്തരീയ വിട്ട് കഴിയുമ്പോൾ ചിലർക്ക് ചൊറിച്ചിലാണ്, ചിലർക്ക് ചൊറിയൊന്നും പറഞ്ഞുകൊണ്ട് മാറ്റും. ചിലവർക്ക് ഇടാനേ പറ്റില്ല. തുറന്നു പറയാം, ഏതെങ്കിലും വിധത്തിലുള്ള പൈശാചിക ബാധയുണ്ടെങ്കിൽ ഈ ഉത്തരീയം ഒന്ന് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട വെറുതെ ഒന്ന് തൊടിയിച്ചാൽ മതി. ഞാൻ എറണാകുളത്തായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു 3 പെൺകുട്ടികളെ, നമുക്കറിയാമല്ലോ ഈ ബ്ലാക്ക് മാസ് എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ ഒരു മിത്തായി ഇല്ലെങ്കിൽ ഒരു കെട്ടുകഥകളൊന്നുമല്ല, ഇതൊക്കെ റിയലാണ്. ഈ ബ്ലാക്ക് മാസിന് പോയിട്ടുള്ള 3 പെൺകുട്ടികൾ അവിടെ കൊണ്ടുവന്നു. ഈ ഉത്തരീയം കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ 3 പേരും പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഉത്തരീയം ഇരുമ്പ് കമ്പി പഴുപ്പിച്ചു വെച്ചേക്കണം. 3 പേര് ഒരേ കാര്യം പറഞ്ഞു, ഇരുമ്പ് കമ്പി പഴുപ്പിച്ചു വെച്ചേക്കണം. അതുകൊണ്ടാണ് ഈ എക്സോർസിസത്തിലൊക്കെ ഇന്ന് ഉത്തരീയം ഉപയോഗിക്കുന്നത്. അത്ര ശക്തിയുള്ളതാണ് ഉത്തരീയം. അപ്പോൾ പിശാച് വെറുതെ ഇരിക്കും? പിശാച് വെറുതെ ഇരിക്കില്ല. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും നമ്മളുടെ ക്രൈസ്തവ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കണവൻ. ഇന്ന് പലർക്കും ഉത്തരീയം ഇടുന്നത് നാണക്കേടാണ്. നമ്മുടെ യുവാക്കൾ യുവതികൾ ഈ ഉത്തരീയം ധരിക്കുകയായിരുന്നെങ്കിലില്ലേ, ഈ പറയുന്ന ഒരു MDA അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ പ്രശ്നമോ ഒന്നും ഉണ്ടാകില്ല, ഈ പറയുന്ന ക്രൈമും കൂടില്ലായിരുന്നു. ഇന്ന് ആ തലമുറ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം ഞാൻ പറയും ഈ ഉത്തരീയമില്ലാത്തതിൻ്റെ വേണം. കാരണം നമ്മൾ നമ്മുടെ മക്കൾക്ക് ഈ ഫസ്റ്റ് കമ്മ്യൂണിയനോട് കൂടി ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത്? മാതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നമ്മുടെ മക്കളാ. ഇന്നാ മാതാവെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് ഈ ഉത്തരീയം ഇടുമ്പോൾ. കുറച്ച് കഴിയുമ്പോൾ അവന്മാർ ഉത്തരീയം മാറ്റുമ്പോൾ, ഉത്തരീയം അത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി വരിക എന്നുള്ളതിന് തുല്യമാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഈ ഉത്തരീയം നിങ്ങളുടെ മക്കളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ മക്കളുടെ കാര്യം ഓർക്കണ്ട, വിട്ടേക്ക്. ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലേക്കാണ് നിങ്ങൾ കൊടുത്തേക്കുന്നത്. അത്ര ശക്തമാണ് ഉത്തരീയം, അത്ര ശക്തിയുള്ളതാണ്. ഒരമ്മയുടെ മുഴുവൻ സ്നേഹവും ആ ഉത്തരീയത്തിലുണ്ട്. അമ്മയുടെ മുഴുവൻ സ്നേഹം, കുറച്ചൊന്നുമല്ല, മുഴുവനുമായിട്ടുള്ള സ്നേഹമാണ്. കാരണം കുഞ്ഞിനെ എടുത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനോട് എത്രത്തോളം കരുതൽ ആ അമ്മയ്ക്കുണ്ടാകും, എത്രത്തോളം കരുതലുണ്ടാകും. ഇനി ആ അമ്മയുടെ കരങ്ങളിൽ ഇരിക്കുന്ന കുഞ്ഞിന് എന്ത് ധൈര്യമായിരിക്കും എന്നറിയാമോ? കാരണം അവന് വേറൊരു ചിന്തയുമില്ല, അവന് 100% സുരക്ഷിതനാണ്. അമ്മയുടെ ഒരു സെക്കൻഡ് ഗർഭപാത്രം പോലെയാണ് അമ്മയുടെ കൈകളിലായിരിക്കുക എന്ന് പറയുന്നത്. ഏറ്റവും സുരക്ഷിതമായ ഇടം ഗർഭപാത്രമുള്ളൂ, അത് കഴിഞ്ഞ് വരുന്നത് ഈ അമ്മയുടെ കൈകളിലാണ്.
അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ദൈവഭക്തിയുള്ളവരും ധൈര്യശാലികളുമായിരിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു കൊടുക്കുന്നത് നമ്മുടെ കുട്ടികളുടെ കാര്യം തന്നെ നോക്കുക. അവരിന്ന് വഴക്ക് പറയണമെന്നില്ല, ഒന്ന് ശരിക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ദേഷ്യപ്പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം എന്താ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അടുത്ത നിമിഷം അവൻ എന്താ ചെയ്യാൻ പോണെന്ന്. അവൻ തെറ്റ് ചെയ്ത് ഒന്ന് ശിക്ഷിച്ചു, അറിയാൻ പാടില്ല ഇനി എന്താണ് അവൻ ചെയ്യാൻ പോകുന്നതെന്ന്. ഇതല്ലേ നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ. ഇന്നത്തെ കുട്ടികൾ ഷാർപ്പ് ഇൻ്റലിജൻസ് ഉള്ളവരാണ് ആൻഡ് ഹൈലി സെൻസിറ്റീവ്. സെൻസിറ്റീവ് ആകുക ഒരു നല്ല കാര്യമാണ്, പക്ഷേ സെൻസിറ്റീവ് ഓൾസോ എ കൈൻഡ് ഓഫ് വീക്ക്നെസ്. സഹിക്കാൻ പറ്റുന്നില്ല, ചെറിയ സഹനങ്ങൾ പോലും ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, ജീവിതത്തിൽ വിജയം നേടാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഹൈ ക്വാളിറ്റി A+, അത് മാത്രം മതി, ജീവിത വിജയമില്ല. കാരണം എന്താണ്? ഈ അമ്മയുടെ സംരക്ഷണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹനങ്ങളെ നേരിടാനുള്ള ശക്തി നമുക്ക് ഇല്ലാത്തതുകൊണ്ട്, ഈ അമ്മയുടെ സംരക്ഷണം ഇല്ലാത്തതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഇന്ന് നമ്മുടെ മക്കൾ വളരേണ്ടത് ആത്മീയതയിലാണ്. ഈ ആത്മീയതയിലേക്ക്, ശരിയായ ഈ ആത്മീയതയിലേക്ക് നയിക്കാൻ പറ്റുന്ന ഏക വ്യക്തി പരിശുദ്ധ അമ്മയാണ്. ഈ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ മക്കളെ പഠിപ്പിക്കും ഈശോയിലേക്ക്. അപ്പോൾ അതിന് നമ്മൾ അമ്മയുടെ കൈകളിലായിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അമ്മയുടെ കൈകളിലേക്ക് ഇരിക്കുക, അതാണ് ഉത്തരീയം. അമ്മ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉത്തരീയം എന്ന് പറയുമ്പോൾ അമ്മയുടെ മുഴുവനും സ്നേഹവും നമുക്ക് ലഭ്യമാകുന്ന സമയമാണ്. ഞാൻ ഓർക്കുന്ന എൻ്റെ കൊച്ചുനാളിൽ എനിക്ക് ഈ പട്ടിനെയൊക്കെ പേടിയാണ്. പട്ടി കൊച്ചുനാളിൽ എന്നെ ഓടിച്ചിട്ട് കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പട്ടിനെ പേടിയാണ്. അപ്പോൾ ഈ പട്ടിനെ കാണുമ്പോൾ ഞാൻ ഒന്നില്ലെങ്കിൽ എൻ്റെ അപ്പച്ചൻ്റെ ഇല്ലെങ്കിൽ അമ്മച്ചിയുടെ കയ്യിലോട്ട് കയറുന്ന വഴിക്ക് എന്ത് ചെയ്യും, ഞാൻ കുറച്ച് കല്ല് കളക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അമ്മച്ചിയുടെ കയ്യിൽ നിന്നുകൊണ്ട് ഈ പട്ടിനെ കല്ലെറിയും. കാരണം എനിക്കറിയാം ഈ പട്ടി ഇങ്ങോട്ട് ചാടിയാലും എന്നെ ഒന്നും ചെയ്യാൻ പോലുള്ള എൻ്റെ അമ്മച്ചി ഹാൻഡിൽ ചെയ്യും, ഇല്ലെങ്കിൽ എൻ്റെ അപ്പച്ചൻ ഹാൻഡിൽ ചെയ്യും. ഇതാണ് ധൈര്യം. ഉത്തരീയം നൽകുന്ന ഒരു ധൈര്യം ഇതാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഉത്തരീയം നമ്മുടെ അമ്മയുടെ മുഴുവൻ സ്നേഹമാണ്. ഇനി ഉത്തരീയം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ജപമാല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരീയം പടച്ചട്ടയാണെങ്കിൽ ജപമാല ആയുധമാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ ജപമാല വളരെ എളുപ്പം ചൊല്ലാവുന്നൊരു പ്രാർത്ഥനയാണെന്ന്? ഇല്ല, ബുദ്ധിമുട്ടാണ്. ആമുഖ പ്രാർത്ഥനയിൽ തന്നെ നമ്മ പറയുന്നുണ്ട് ശ്രദ്ധയോടും കൂടിയൊക്കെ ചെല്ലും. അത് പറയുമ്പോൾ തന്നെ അശ്രദ്ധകൾ വന്നു കഴിഞ്ഞു. പല വിധത്തിലുള്ള അശ്രദ്ധകളാണ്. നമ്മുടെ ഭയം, ഉത്കണ്ഠ, ദേഷ്യം, സങ്കടം, ചിലപ്പോൾ വൈരാഗ്യബുദ്ധി, ഇങ്ങനെ പലതുമാണ് ആ സമയത്തുണ്ടാകുന്നത്. ഇത് നമ്മുടെ മാനസികമായിട്ടുള്ള സംഘടനമാണെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റ് ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ ആ സമയത്ത് ചിന്തകളിലേക്ക് വരും. ജപമാലയിൽ നടക്കുന്നത് ഒരു യുദ്ധമാണ്. ഞാൻ എൻ്റെ ഭയത്തോട്, എൻ്റെ സങ്കടങ്ങളോട്, എൻ്റെ നിരാശയോട് ഞാൻ നടത്തുന്ന വലിയ യുദ്ധമാണ് ഈ ജപമാലയിൽ സംഭവിക്കുക. വീണ്ടും ഞാൻ എൻ്റെ കുട്ടിക്കാലം തന്നെ എടുക്കുകയാണ്. മഞ്ഞുമ്മൽ പെരുന്നാളുണ്ട്, ഡിസംബറിലാണ് ആ പെരുന്നാൾ. അപ്പോൾ കുറേ പെട്ടിക്കടകളൊക്കെ വരും. പെട്ടിക്കടകൾ പല രണ്ട് സൈഡിലും പെട്ടിക്കടകളൊക്കെ വരും. അപ്പോൾ എനിക്ക് ചെറിയ കാറ്, ചെറിയ തോക്ക്, ഇതിനോടൊക്കെയാണ് ഇപ്പോൾ ആ സമയത്തൊക്കെ താല്പര്യം. അപ്പോൾ ഈ ഞങ്ങൾ അമ്മച്ചിനെ കൂടി കുർബാനക്ക് പോണ പെരുന്നാളിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ കുർബാനക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും ഈ അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കും ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പെട്ടിക്കടകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് രണ്ട് സൈഡിലും നോക്കിക്കൊണ്ട് പോകും. കാരണം എനിക്ക് 8-ാം തീയതി വീട്ടിൽ നിന്ന് നേർച്ചയിടാൻ പൈസ തരും. അത് വെച്ച് വേണം ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ മേടിക്കാൻ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി പോകും. അപ്പോൾ എനിക്ക് പറ്റിയ, ഞാൻ ആഗ്രഹിക്കുന്ന, എനിക്കിഷ്ടപ്പെട്ട ഒരു ചെറിയ കാറ് അല്ലെങ്കിൽ തോക്ക് കണ്ടു കഴിഞ്ഞാൽ വേഗം തന്നെ അമ്മച്ചിയുടെ കൈ പിടിക്കും. കൈ വിട്ടിട്ട് എന്ത് ചെയ്യും, അമ്മച്ചിയുടെ സാരിത്തുമ്പേ കയറി പിടിക്കും. അതെന്തിനാണെന്നറിയാമോ? അപ്പോൾ എനിക്ക് കുറച്ചും കൂടി സമയം കിട്ടും. ഇതൊന്ന് ശരിക്കും നോക്കി സൂക്ഷിച്ച് വീക്ഷിക്കാനേ എനിക്ക് കുറച്ചും കൂടി സമയം കിട്ടും. അപ്പോൾ ഈ സാരി ഇങ്ങനെ നീണ്ടു കിടക്കുമല്ല, അപ്പോൾ ഇങ്ങനെ അറ്റം വരെ പിടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകല.
ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ മേടിക്കും എന്ന് ഉറപ്പായ സാധനം കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോകും. അപ്പം സാരി തുമ്പി കൈ അങ്ങോട്ട് പതുക്കി അങ്ങോട്ട് വിടും ഞാൻ. ആ സമയത്ത് അമ്മിച്ച് കയറി കൈ വരും. ഇതാണ് ജപമാല. ഇതാണ് ജപമാല. ഇത് അമ്മയുടെ കൈപിടുത്തമാണ്. നമ്മൾ അമ്മയുടെ കൈപിടിക്കുന്നതാണ്. എപ്പോഴും അമ്മ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ സ്വരം അമ്മ കേൾക്കാതായി കഴിയുമ്പോൾ അമ്മയ്ക്ക് എന്തോരം ഉത്കണ്ഠ ഉണ്ടാകും, അതേ ഉത്കണ്ഠ തന്നെ നമ്മുടെ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടാകും. അതാണ് ജപമാല. ജപമാലയിലൂടെ നമ്മൾ അമ്മയുടെ കൈകൾ പിടിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ജപമാല ചൊല്ലുന്ന ഒരുവനും ഒരിക്കലും നിരാശയോടെ ജീവിക്കാൻ പറ്റില്ല. കാരണം എങ്ങനെ ജീവിക്കാൻ പറ്റും? 24 മണിക്കൂർ അമ്മ അമ്മയെന്നാണല്ലോ വിളിച്ചുകൊണ്ടിരിക്കുന്ന. നന്മ നിറഞ്ഞ പറയുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ആ അമ്മയ്ക്ക് അടങ്ങിയിരിക്കാൻ പറ്റും? ഒരു സമയം ആ മകൻ്റെ വിളി കേട്ടില്ലെങ്കിൽ, ഇല്ലെങ്കിൽ ആ സ്വരം കേൾക്കാതായാൽ, അതാണ് ജപമാല. നോക്കുക എത്ര ശക്തമാണ് ജപമാലയെന്ന് നോക്ക്. അതുകൊണ്ടാണ് വിശുദ്ധ ഹാഡ്രിയാൻ പറയുന്നത് ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും പിശാചിൻ്റെ തലക്കിട്ട് ഹാമർ കൊണ്ട് അടിക്കുന്നതിന് തുല്യമാണെന്ന് പറയുക. ഹാമർ കൊണ്ട് അടിക്കുന്നതിന് തുല്യം ഓരോ നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥന. അപ്പോൾ ഈ ജപമാല എന്ന് പറയുന്നത് എടുത്ത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിന് ശക്തിയുള്ളൂ. അല്ലാതെ ഫാഷനാണെന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തേക്ക് ഇട്ട് തൂക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ചിലർ വണ്ടിമേലേക്ക് ഇട്ട് തൂക്കിയിടും. എടുത്ത് ചൊല്ലണം. ചൊല്ലാതെ ഈ ജപമാല കൊണ്ട് ഒരു പ്രയോജനം. അത് ചൊല്ലാനുള്ള ആയുധം ഉപയോഗിക്കാനുള്ളതാണ്. എവിടെ? യുദ്ധക്കളത്തിൽ. നമ്മുടെ ഈ ജീവിതത്തിൽ പലവിധ പ്രലോഭനങ്ങളെയും നേരിടണമെങ്കിൽ ഈ ആയുധം ഉപയോഗിക്കണം. യുദ്ധക്കളത്തിലേക്ക് ഒരു AK-47 തന്ന് വിടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാതെ അവിടെ കെട്ടിത്തൂക്കിയിട്ട് നടക്കുകയാണെങ്കിൽ വല്ല പ്രയോജനം ഉണ്ടാ? വാള് അരയിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട് യുദ്ധത്തിന് പോയിട്ട് വല്ല കാര്യമുണ്ട് എടുത്ത് ഉപയോഗിക്കാതെ? അതേപോലെയാണ് ജപമാല. ജപമാല ഈ എൻ്റെ ഉടുപ്പിൻ്റെ കൂടെ ബെൽറ്റിൻ്റെ ഇവിടെ ഒരു ജപമാലയുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ വാള് ചില സിസ്റ്റേഴ്സിനൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് നമുക്ക് അറിയാലോ, ഈ വാള് ഉറയിലിട്ട് വെക്കൂല, എന്നിട്ട് ഇങ്ങനെയുള്ള എടുക്കണം. അതേപോലെയുള്ള ആയുധമാണ് ജപമാല. എടുത്തുപയോഗിക്കാനുള്ള ആയുധം. ഈ ജപമാല ഇന്ന് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ എന്ന് പറയുന്ന ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും അതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രാധാന്യം കുറച്ച് കാണിക്കുന്ന പല പ്രവണതകളുണ്ട്. ഇതിന് പകരമായിട്ട് പല വേറെ രീതിയിലുള്ള ജപമാലകളൊക്കെ ഇന്ന് വരുന്നുണ്ട്. പക്ഷേ ഓർക്കുക, മാതാവ് നൽകുന്നത് ഈ ഒരു ജപമാല, അതിലൂടെ മാത്രമേ ഈശോയിലേക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. കാരണം ജപമാലയിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ രഹസ്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഈശോയുടെ ഈ പറയുന്ന രഹസ്യങ്ങളിലുണ്ട്, ജപമാലയിലെ രഹസ്യങ്ങളുണ്ട്. അത് അമ്മയോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ധ്യാനിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ജപമാല ചൊല്ലുന്നവൻ ഈശോയിലേക്കേ വളരുകയുള്ളൂ, വേറെ ഒരു സ്ഥലത്തേക്കും പോയില്ല, ഈശോയിലേക്കേ വളരുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് മാതാവിൻ്റെ വണക്കമാസം അവസാനിപ്പിക്കുമ്പോൾ അമ്മയോടുള്ള നമ്മുടെ ഭക്തിയും അമ്മയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതല്ലാണ്. നമ്മുടെ സ്വന്തം അമ്മമാരെ എങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നു, അതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ഈ അമ്മ. അത് പല വിധത്തിൽ നമുക്ക് അനുഭവവേദ്യമാണ്. ഈ അമ്മയോട് നമ്മളും അമ്മയോട് വളരെ ശക്തിയായിട്ട് തീക്ഷ്ണമായിട്ട് അമ്മയെ സ്നേഹിക്കുക. എങ്ങനെ? ഭക്തിയോടെ ഉത്തരീയം ധരിക്കുക. എല്ലാ ദിവസവും ജപമാല പേഴ്സണലായിട്ട്, കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ശരിയാണ്. അതിനോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് ജപമാല ചൊല്ലാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് മക്കളെ പഠിക്കുക? കാരണം ഈ ഇനി വരാൻ പോകുന്ന തലമുറ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള തലമുറയല്ല. നമ്മുടെ കൊച്ചുമക്കളെയാണ് ഇനി സ്പിരിച്വൽ ഫോർമേഷൻ കൊടുക്കേണ്ടത്. അത്
ഉത്തിരിയ ഭക്തിയുടെയും ജപമാല ഭക്തിയുടെ ആയിരിക്കണം. മാതാവിന് മക്കളെ ഏൽപ്പിക്കുക, മാതാവ് നോക്കിക്കോളും. അതുകൊണ്ട് ജപമാലയും ഉത്തരീയവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, നമ്മുടെ അമ്മയോടുള്ള വലിയ സ്നേഹത്തിൻ്റെ അടയാളമാക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും.